ഓണം വന്നിരിക്കുകയാണ് നമ്മളുടെ അടുത്തേക്ക്. ഓണപ്പാട്ടുകൾ ഓണവുമായിട്ട് എന്താണ് അതിൻ്റെ പ്രസക്തിയും ഒക്കെ നമുക്ക് ഇന്ന് അല്ലേ. ഓണപ്പാട്ട് ശരിക്കും സിനിമയിലും നമ്മൾ തരങ്ങണി കാസറ്റുകളെല്ലാം മറ്റും അതുപോലുള്ള HMVയുടെ ഓണപ്പാട്ടുകളുടെ LP ഡിസ്കൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് ഓണപ്പാട്ടുകളുണ്ടല്ലോ. ഉണ്ടാവും. അതിൽ തന്നെ മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള പാട്ടാണ് ഓണത്തിൻ്റെ ഒഫീഷ്യൽ സോങ് എന്ന് പറയുന്നതാണ്. പക്ഷെ അതിനു മുമ്പും ഓണപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവണം. കാരണം ഓണം പല രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നല്ലോ. ഒരുപക്ഷെ മാവേലി നാടുവാണിടും കാലം എന്ന് പറയുന്നത് ഒരു രാജാ സങ്കല്പവും ഒന്നുപോലെ ആളുകളെ കണ്ട് ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടായിരുന്ന ഒരു ഉട്ടോപ്യൻ ഡ്രീം പറയുന്ന ഒരു പാട്ടാണ്. ഈ ചിങ്ങം അല്ലെങ്കിൽ കൊയ്ത്തുത്സവം ഇതെല്ലാം ഓണമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അതിൽ ഈ കൊയ്ത്ത് പാട്ടുകളിലും അന്നത്തെ നാടൻ ശീലുകളിലും ഒക്കെ ഈ ഓണത്തിൻ്റെ മെൻഷനുണ്ട്. അതിലൊക്കെ ഈ മാവേലിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ മാവേലിയെ പ്രകീർത്തിച്ചുകൊണ്ടൊരു പാട്ടെന്നുള്ള രീതിയിൽ മാവേലി നാടുവാണിടും കാലം പിന്നീട് വന്നെന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല മാവേലി നാടുവാണിടും കാലം എന്നുള്ള പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല ട്യൂൺ ശരിക്കും പുത്തൂരം വീട്ടിൽ പിറന്നവരെല്ലാം എന്ന് പറയുന്ന പാട്ടിന്റെ ട്യൂണാണ്. ദേവരായ മാഷിന്റെ പുത്തൂരം വീട്ടിൽ എന്നുള്ള വടക്കൻ പാട്ട് സിനിമയിലെ പാട്ട് വന്നിട്ട് ഒരു 50 വർഷമായിട്ടുണ്ടാവും ഇല്ലേ? ആയിരിക്കാം, 70കളിലൊക്കെ. അതെ. അപ്പൊ അന്ന് മുതൽ ആ പാട്ടിന്റെ ഒരു ഇതിലേക്ക് ഈ മാവേലി നാടുവാണിയിടും എന്നുള്ള കവിത സന്നിവേശിപ്പിച്ച് അന്ന് മുതലുള്ള കാലങ്ങളിൽ ഇപ്പോൾ ആ പാട്ടിന്റെ ട്യൂൺ പുത്തൂരം വീട്ടിൽ ഇപ്പോൾ ആരും പാടുന്നില്ല. പക്ഷെ മാവേലി നാടുവാണിയിടും പാടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഓണത്തിലേക്ക് എത്തുന്നുണ്ട്. അത് ആ ഈണമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടല്ല. നമ്മളിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നതല്ല കേട്ടുകൊണ്ടിരിക്കുന്ന മാവേലി നാടുവാണിടും എന്നുള്ളതിൻ്റെ ട്യൂൺ തീർച്ചയായിട്ടും ദേവരാജ മാസ്റ്റർ ട്യൂണാണ് ആയിരിക്കണം, ഉറപ്പായിട്ടും. അതിൻ്റെ സാധ്യത. പക്ഷെ അതിന് മുമ്പും ഇത് ഏത് ഈണത്തിലാണ് പാടിയിരുന്നത് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അറിയില്ല. ചിലപ്പം മുൻ തലമുറയുള്ളവർക്ക് അറിയാമായിരിക്കും. ഉണ്ടാവും. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. പണ്ട് നമ്മുടെ നാടക സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു നാടൻ പാട്ടാണ്. കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരിയോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ, പപ്പടം വേണം പായസം വേണം തിരിയോണത്തിന് കുഞ്ഞാഞ്ഞേ, കൂരിതള്ളി കൂരിതള്ളി കൊടകരയാറ്റില് കൂരിതള്ളി, കൂരിക്കറി കൂരിക്കറി തിരിയോണത്തിന് കുഞ്ഞാഞ്ഞേ എന്നുള്ളൊരു നാടൻപാട്ട് പാട്ട്. അപ്പൊ അതിനകത്ത് തിരിയോണം എന്ന് പറയുന്നത് തിരുവോണം എന്നുള്ളത് കുറച്ചുകൂടെ പുതിയ ഭാഷ കൃത്യമായ ഒന്നാണ്. ഇപ്പൊ നാട്ടുഭാഷയിൽ തിരിയോണം എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പൊ ഈ കുഞ്ഞാഞ്ഞ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഈ നോർത്ത് സൈഡിലാണ് നോൺ വെജ് സദ്യ ഉള്ളത്. വിഷുവിനും ഓണത്തിനൊക്കെ ഫിഷ് കൂടി വരുന്നത്. ചില സ്ഥലത്ത് മീറ്റും ഉപയോഗിക്കുന്നുണ്ട്. കൊടകരയാറ്റിൽ കൂരി കൊടകര ആറ്റിൽ നിന്ന് കൂരി വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് രണ്ട് രീതിയിലും കാണാം. ഒന്ന് മീൻ വിഭവങ്ങൾ ഓണത്തിനുണ്ടായിരുന്നു എന്നും കാണാം. പിന്നെ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ ഉള്ളത് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ ഒരു പഴവഴി കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു രീതിയിലും ആകാം അതിന്റെ ഇത്. പിന്നീട് ഇത് കുറെ കൂടെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ 70s-ലൊക്കെയുള്ള സിനിമാ പാട്ടുകളിൽ ഓണത്തിന്റെ മെൻഷൻ കൂടുതലായിട്ട് പിന്നെ വരാൻ തുടങ്ങി. സിനിമയിൽ തന്നെ അങ്ങനെ ഓണം സിറ്റുവേഷൻ ഇല്ലെങ്കിലും ഈ ഓണം റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ചിലപ്പോൾ ഒരു ഓണം മെൻഷൻ പലപ്പോഴും വരാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ചു വളർന്നത് കുട്ടനാട്ടിലാണ്. അപ്പോൾ അവിടെ കുട്ടിക്കാലത്തുള്ള ഓണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വള്ളപ്പാട്ടുകളിൽ ഓണത്തിൻ്റെ മെൻഷൻ പലതിലുണ്ട്, വഞ്ചിപ്പാട്ടുകളിൽ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മ ഓണത്തിന് കുട്ടനാട്ടിൽ മാവേലി വരുന്നതായിട്ടുള്ള ഒരു പിക്ചർ എൻ്റെ മനസ്സിൽ കിട്ടിയത് ഒരു പാട്ടിലാണ്. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പൊന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും ആടും കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. ആ പാട്ട് എൻ്റെ കുട്ടിക്കാലത്ത് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പാട്ടുന്നത്. പക്ഷെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്
പൂവണി പൊന്നും ചിങ്ങ പൂവിളി കെട്ടുന്നവരും പുന്നല്ലിൻ പാടത്തിലൂടെ പാടമൊക്കെ ഇങ്ങനെ വിളഞ്ഞ് മഞ്ഞ കളർ നിൽക്കുമ്പോൾ ആ പാടത്തിന്റെ വരമ്പത്തൂടി മാവേലി മന്നൻ ഒരു തേരിൽ വരുന്ന ഒരു പിക്ചർ. അത് പക്ഷേ അങ്ങനെ ഒരു ചിത്രം ആ പാട്ടിലല്ലാതെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല, എന്റെ ഭാവനയിലും ഇല്ല. അതെ, ഒരു വാങ്മയ ചിത്രം എഴുതി വെച്ച് മാവേലി എന്ത് രസമുള്ള ഒരു പിക്ചറാണ്. പുഞ്ചപ്പാട വരമ്പത്തൂടി തേരിൽ മാവേലി ഇങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നത്. ഗ്രാമീണ കേരളത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ശരിക്കും ഓണം അല്ലെ, ഒരു കാലം വരെ അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. യാദൃശ്ചികമായിട്ട് പറയാൻ തോന്നുന്നത് അറബിക്കഥയിലെ ആദ്യത്തെ പാട്ട് തിരികെ ഞാൻ വരുമെന്ന്. അതിനകത്ത് പനശൂരാൻ എഴുതിയിട്ടുണ്ട്, ഒരു വട്ടിപ്പൂമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ തിരപുൽകും നാടിനെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവായി. ഓണത്തിന്റെ ഈ തിരുവോണത്തോണി ഒന്ന് പോകുന്നത് ഗൾഫിൽ ഒരു രാജ്യത്തിരിക്കുമ്പോ ചന്ദ്രനെ കണ്ടിട്ടാണ് അത് ചിന്തിക്കുന്നത്. ഒരു വട്ടിപ്പൂവുമായിട്ട് ചിലപ്പോ ഒരു മേക്കത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നാട്ടിലെ ഓണം ഓർമ്മ വരുന്ന ഒരു മനുഷ്യൻ. തിര പുൽകും നാടെന്നൊക്കെ പറയുന്നത് ഒരു ആരും അങ്ങനെ പ്രയോഗിച്ചില്ല. തിര പുൽകുന്ന നാട്, തിര കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ആശ്ലേഷിക്കപ്പെടുന്ന നാടെന്നൊക്കെ പറയുന്നത് ഒരു തീരദേശം എന്ന് പറയുന്ന രീതിയിലാണല്ലോ കേരളം. അപ്പൊ അല്ല, ഇപ്പൊ ഈ ശ്രീകുമാരൻ തമ്പി സാറ് ഹരിപ്പാട് ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ നമ്മൾ ഹൈവേ കൂടെ പോകുന്നവർ ഒരു പക്ഷേ കാണുന്നില്ല, ഹരിപ്പാടിന്റെ ഉൾനാടൻ പ്രദേശങ്ങൾ മുഴുവൻ കൃഷിയാണ്. ഒരുപാട് പായിപ്പാട് എന്നൊക്കെ പറയുന്ന ഹരിപ്പാടിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം, പായിപ്പാട്ടാറ്റിൽ വള്ളംകളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പിക്ചർ അദ്ദേഹത്തിന്റെ മനസ്സിലെ കുട്ടിക്കാലത്തുള്ള ഒരു ഭാവനയിൽ നിന്നുണ്ടായതായിരിക്കും. പായിപ്പാട്ടാറ്റിൽ വള്ളംകളി പറയുമ്പോഴാണ് ആ കാസറ്റ് ശരിക്കൊരു ഓണത്തിന്റെ എല്ലാ തിമിർപ്പും അല്ലെങ്കിൽ എല്ലാ ഫീലും. അതെ, ഇത്രയും തരങ്ങിണി ആൽബംസ് വന്നിട്ടുണ്ടെങ്കിലും അതിലെ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഒരു 3 പറഞ്ഞാൽ അതിൽ ഒന്ന് തീർച്ചയായിട്ടും ചിങ്ങ പ്രഭാതത്തിന്റെ ഒരു എല്ലാ പ്രസരിപ്പും സൂര്യന്റെ ഒരു സ്വർണ്ണ നിറം രശ്മികൾ എല്ലാം ഉണ്ട്. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കത് ഇന്നെത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. നമ്മൾ ഈ ഗതകാല സ്മൃതികൾ, ഈ ഓർമ്മകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണല്ലോ ജീവിതം പലപ്പോഴും. അത് ശരിക്ക് എന്റെ വാല്യൂ അറിഞ്ഞ് എഴുതിയൊരു ആളാണ് തമ്പി സാർ അല്ലേ. രവീന്ദ്രൻ മാഷിന്റെ ട്യൂണും ഇപ്പൊ ഉത്രാട പൂനിലാവേ വാ എന്ന് പറയുന്ന പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് അതിന്റെ ഓപ്പണിംഗ് സോങ് ആണ് ആദ്യത്തെ പാട്ട്. അതിന്റെ ഹംസധ്വനിയിലെ ഒരു വല്ലാത്തൊരു തുടക്കത്തിന്റെ ഒരു പ്രകാശവും. അതുകൂടാതെ തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിന്റെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ, കുളിരുവിൽ കൊമിനിലക്കുളത്തിൽ കുളിച്ചു നിൽക്കണതെന്താണ്, നിൻമുഖമല്ല എൻ മുഖമല്ല, പൊന്നും താമരപ്പൂവാണ്, പൂ പറിക്കടി പൂക്കളത്തിൽ കുട നിവർത്തടി പൂമകളെ പൂമകളെ. ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പ പേടകത്തിൽ ഒരു പ്രേമ വസന്തം നീ ഒതുക്കിയല്ലോ, അതിനുള്ളിൽ തുളുമ്പിയ മകരന്ദ കണങ്ങളിൽ അഭിലാഷ സാഗരങ്ങൾ തുളുമ്പിയല്ലോ. എന്തൊരു എഴുത്തത്. പിന്നെ ഒരു ഇതുണ്ടല്ലോ, ഒരു നുള്ളു കാക്കപ്പൂ കടം തരാം, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം, അധരത്താൽ പിണങ്ങുമോ, അത് നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. പ്രണയഗാനങ്ങൾ ഓണത്തിന്, ഓണപ്പാട്ടുകളിൽ തന്നെ ഈ പ്രണയഗാനങ്ങളുടെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് തമ്പി സാറാണ്. അതെ അതെ. പ്രണയമേ നീ കവി, പ്രണയമേ നീ കവി, അമരനാം ശില്പി നീ, എഴുതുന്നു നിൻ ഹൃദയങ്ങളിൽ കവിതകൾ ശില്പങ്ങളാ, പ്രണയമേ നീ കവി. കവിയുമാണ്, അമരനാകുന്ന ശില്പിയുമാണ്. കവിതകൾ ശില്പങ്ങളായിട്ട് എഴുതുക എന്നാ പറയുന്നത്. അവരുടെ കോമ്പിനേഷനിൽ വന്ന് മുടിപ്പൂക്കൾ വാടിയാലെന്തോമനെ, അതിലെ എല്ലാ പാട്ടുകളും മനോഹരങ്ങളാണ്. മുടിപ്പൂക്കൾ വാടിയാലെന്തോമലെ, പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ, പല്ലവി
പരിചിതമല്ലോ പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ട് പല്ലവി പരിചിതമല്ലോ ഉണർന്നപ്പോഴാ സാന്ദ്രഗാനം നിലച്ചു ഉണർത്തിയരാക്കുയിലെവിടെ എവിടെ തോണിക്കാരനും അവന്റെ പാട്ടും കൂടണഞ്ഞു. തേങ്ങിക്കരയുന്ന ചെറുമക്കുടിലിൻ വിളക്കണഞ്ഞു, എരിയുമോളങ്ങൾ നിന്റെ ചുണ്ടിൽ, എനിക്കും നിനക്കും ഉറക്കമില്ലല്ലോ കായലേ കായലേ വൈക്കം കായലേ. പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആൽബമാണ് ശരിക്ക് യൂസഫ് അലി സാറും MSV സാറും ചേർന്നിട്ട് ആവണിപ്പൂക്കൾ. നിത്യതരുണി നീലരജനിയൊക്കെ എങ്ങനെ അത് പാടിന്ന് ആലോചിക്കുമ്പോഴേ അതൊരു വാനവഴി പൂ വിരിച്ച് അത്തപ്പൂ നൃത്തം വെച്ചു ചിത്തിരപ്പൂ ചിരിതൂവി ചോദിപ്പൂ ചോദിച്ചു മാവേലി വന്നോ 10 നാളുകളുടെയും വെച്ചിട്ട് അനിഴപ്പൂ വിശാഖപ്പൂ. അതെ അതെ അത് അപ്പൊ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ മൂലപ്പൂ അതെങ്ങനെ അപ്പൊ അദ്ദേഹം അത് തിരുമൂലപ്പൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുമൂലപ്പൂ ഒരു ഞൊടിനേരം കണ്ടു തിരുമെയ്തൻ നിഴലാട്ടം, പൂരാടപ്പൂവിൻ കവിളത്തുണ്ടൊരു മഴവില്ലിൻ തിരനോട്ടം, തുളസി കൃഷ്ണ തുളസി നിൻ നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിൽ ഒരു അധ്യാത്മ ദിവ്യ അഭൗമ ഹൃദയ സുഗന്ധം, ഒരു അധ്യാത്മ ദിവ്യ സുഗന്ധം. അതിന്റെ ചരണത്തില് ബലിത്തമ്പുരാൻ നാളെ തിരുമുറ്റമണയുമ്പോൾ പതിദേവതേ നിന്നെ കാണും, മറ്റുള്ള സുമങ്ങളെ തഴുകിത്തലോടുമ്പോൾ മൗലിയിൽ മാവേലി ചൂടും, നിന്നെ മൗലിയിൽ മാവേലി ചൂടും. അതന്നെ എന്തൊരു സങ്കല്പമാണല്ലേ, ഇത്രയും പൂക്കളെ കാണുന്ന മാവേലിക്ക് തുളസി എൻ്റെ ഒരു കതിര് നുള്ളി അതെ അതെ മുടിയിൽ അണിയെന്ന് പറയുന്നത്. തുളസിയെ കുറിച്ചുള്ള സങ്കല്പം യൂസഫ് അലി സാറിന്റെ മനസ്സിൽ ഉള്ള ആ ചിത്രങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു റീസൺ, യേശുദാസ് സാർ തരംഗിണിയുടെ മുന്നിൽ ഒരു തുളസിത്തറ വെച്ചിരുന്നു. അദ്ദേഹം അത് വളരെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അതിനെ വളരെ റെസ്പെക്റ്റോടുകൂടി അതങ്ങനെ വർഷങ്ങളോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ കാര്യമായിട്ടാണ് അതവിടെ കീപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ഒരുപക്ഷെ അതിൽ നിന്നാവും പാട്ട് അങ്ങനെ. ഈ തുളസിയെ കുറിച്ചൊന്നും ഇത്രയും ഈ നിന്റെ നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിൽ ഒരു അഭൗമ ഹൃദയ സുഗന്ധം എന്ന് പറയുമ്പോൾ ഈ അഭൗമം എന്നുള്ള വാക്കൊക്കെ അതേപോലെ ഈ വാക്കുകൾ ചേർത്ത ഒരു പാട്ടാണ് കിനാവിൽ ഇന്നലെ വന്നു നീയൻ. തിരുമധുരം നീ പകർന്നു നൽകിയ തിരുവോണമിനിയും വരുമോ, തിരുമധുരം നീ പകർന്നു നൽകിയ തിരുവോണമിനിയും വരുമോ, പൂക്കളമെഴുതിയ കയ്യാൽ നെഞ്ചിൽ പുളകം ചാർത്തിത്തരുമോ, പൂക്കളമെഴുതിയ കയ്യാൽ നെഞ്ചിൽ പുളകം ചാർത്തിത്തരുമോ, ഓ പ്രിയേ പ്രാണപ്രിയേ, കിനാവിലിന്നലെ വന്നു നീയൻ കിസലയ മൃദുലാംഗി, കുടമുല്ല ചിരിയുമായി നിന്നു നീയൻ കുവലയ ചടുലാക്ഷി, കുവലയ ചടുലാക്ഷി. നമ്മൾ തമ്മിൽ തന്നെ എപ്പോഴും പറയുന്നതാണ് ഈ ചില അക്ഷരങ്ങള് അതിൻ്റെ ഒരു ഭംഗി. കുടമുല്ലപ്പൂ അതിലെ കുവലയ ചടുലാക്ഷി എന്ന് പറയുന്നത് ആ ടാ എന്ന് പറഞ്ഞ അക്ഷരം അതിന്റെ കൃത്യമായ ഉച്ചാരണം ആ പാട്ടിലാണുള്ളത്. മൃദുലാംഗി, കുവലയ ചടുലാക്ഷി, ഇതൊക്കെ നമ്മള് ആ കോയിനിങ് ഒക്കെ ആദ്യമായിട്ടാണ് ആ പാട്ടിലൊക്കെ കേൾക്കുന്നത്.
അതിനകത്തൊരു പാട്ടാണ് വാനവഴി പൂവിരിച്ച് പൂവിരിച്ച്. ആ വാരമ്പിളി തേർതെളിച്ച് തൂശനിലയിട്ട് പൊൻവളക്കയ്യാൽ തുമ്പപ്പൂച്ചോറു വിളമ്പും തങ്കം പൊന്നോണ സദ്യ വിളമ്പും ഓലൻ വിളമ്പും കാളൻ വിളമ്പും ഒരു കള്ളനോട്ടം വിളമ്പും അവൾ പായസം വാക്കാൽ വിളമ്പും. പായസം വാക്കാൽ വിളമ്പും.